ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ഇപ്രകാരമാണ്. അതായത് മിനി സ്ക്രീനിലോ മൊബൈൽ സ്ക്രീനിലോ നമ്മൾ കണ്ടു പരിചയിച്ച മുഖങ്ങൾ ബിഗ് സ്ക്രീനിലേക്ക് എത്തുമ്പോൾ അങ്ങനെ അല്ലാതെ ബിഗ് സ്ക്രീനിലേക്ക് എത്തിയ ആളുകളെക്കാൾ സ്വീകാര്യത കുറവാണോ ഇക്കൂട്ടർക്ക് ലഭിക്കുന്നത് എന്ന ചോദ്യമായിരുന്നു. ഞാനിങ്ങനെ വിശ്വസിക്കാൻ കാരണം എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ 90കൾ മുതൽ ഇവിടെ ടെലിവിഷൻ സീരിയലുകളുണ്ട്. കഴിഞ്ഞ ഒരു 10 വർഷക്കാലങ്ങളായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും സജീവമാണ്. എന്നാൽ ഈ രണ്ട് രംഗത്തു നിന്നും നിരവധി മുഖങ്ങൾ ബിഗ് സ്ക്രീനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും അതിലാരും ഒരു സ്റ്റാർഡം അച്ചീവ് ചെയ്തതായോ അല്ലെങ്കിൽ അതിലേക്കുള്ള പാതയിൽ എത്തി നിൽക്കുന്നതായോ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ബിഗ് സ്ക്രീനിൽ നേരിട്ടെത്തുന്നവർക്ക് ഒരു സിനിമാ താരം എന്നൊരു പ്രിവിലേജ് പ്രേക്ഷകർ കൊടുക്കുന്നുണ്ട് എന്നും അതല്ലാതെ വരുന്നവരെ പ്രേക്ഷകർ രണ്ടാം തരക്കാരായി കാണുന്നുമുണ്ടോ എന്നൊരു തോന്നൽ. പക്ഷേ എന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് എഗെയിൻസ്റ്റായി ഉയർത്തി കാണിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പേരാണ് സാഗർ സൂര്യ. ഒരു 5-10 വർഷങ്ങൾക്ക് മുൻപ് ഈ കരച്ചൽ ടെംപ്ലേറ്റ് സീരിയലുകളിൽ നിന്ന് ഒരാശ്വാസമായിരുന്നു നമ്മുടെ കവി കമലാസനൻ നായകനും മഞ്ജു പിള്ള നായികയുമായി വന്ന തട്ടിയും മുട്ടിയും എന്ന കോമഡി സീരിയൽ. കാര്യം ഉപ്പും മുളകും എന്ന കോമഡി സീരിയലായിരുന്നു പിൽക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ട്രെൻഡിംഗ് ആയതെങ്കിലും അതിനേക്കാൾ മുൻപ് ടിവിയിൽ ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആയിരുന്നു തട്ടിമുട്ടിയും. അതിൽ ഇവരുടെ മകളുടെ ഭർത്താവായി വേഷമിട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു സാഗർ സൂര്യ. അതൊരു കോമഡി സീരിയൽ ആയിരുന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹം ചെയ്യേണ്ട വേഷവും ആ തരത്തിലുള്ളതായിരുന്നു. ഇദ്ദേഹം അത് ഭംഗിയായി ചെയ്തിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ കോവിഡ് സമയത്താണ് കുരുതി എന്ന പൃഥ്വിരാജ് ചിത്രത്തിൽ വിഷ്ണു എന്ന കഥാപാത്രമായി ഇദ്ദേഹം എത്തുന്നത്. അതുവരെ ഇദ്ദേഹത്തിന്റെ കോമഡി ആംഗിൾ മാത്രം കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, ആ ഒരു പടത്തിലെ ഇദ്ദേഹത്തിന്റെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം ഗംഭീരമായിരുന്നു. ഒരു ആക്ടർ ഒരു കഥാപാത്രത്തിന് വേണ്ടി കാണിക്കുന്ന എക്സ്പ്രഷൻസ് നമുക്ക് കൺവിൻസിംഗ് ആവുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒരു ഗംഭീര ആക്ടർ എന്ന് തന്നെ വിളിക്കാമല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ കൂടിയായ കുരുതിയിൽ അത്തരത്തിലുള്ള ഒരു പ്രകടനമായിരുന്നു ഇദ്ദേഹം കാഴ്ചവെച്ചത്. ആൻഡ് ഇതിനുശേഷം ഇദ്ദേഹം വേറെയും ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ടത് തീർച്ചയായും പണി എന്ന സിനിമയെ കുറിച്ചാണ്. അപ്പൊ സ്വന്തം സിംഹാസനത്തിൽ കയറി അക്രമം നടത്തിയ 2 എലികളെ പിടിക്കാൻ പോകുന്ന കുറെ സിംഹങ്ങളുടെ കഥ പറഞ്ഞ ആ ഒരു സിനിമയുമായി എനിക്ക് കുറച്ച് വിയോജിപ്പുണ്ടെങ്കിലും ഒരു അൺട്രേസബിൾ അൺഡിറ്റക്റ്റബിൾ പെയിൻ ഇൻ ായി ഇദ്ദേഹം അതിൽ തകർത്തിരുന്നു. അപ്പോൾ ഈ 2 ചിത്രങ്ങൾ മാത്രമേ ഞാൻ ഇദ്ദേഹത്തിൻ്റെതായി കണ്ടിട്ടുള്ളൂ. ആൻഡ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പ്രകമ്പനം ഒരു വൻ വിജയമായെന്ന് കേട്ടിട്ടുമുണ്ട്. സോ ബൈ ദിസ് ടൈം ഡെഫിനറ്റ്ലി പുള്ളി തന്റെ ഐഡന്റിറ്റി ഇവിടെ അറിയിച്ചു കഴിഞ്ഞു. ഇനി ഒരു സ്റ്റാർഡത്തിലേക്കുള്ള സഞ്ചാരം ഏത് വഴിയായിരിക്കും എന്നാണ് കണ്ടറിയേണ്ടത്. ആൻഡ് അവസാനമായി സ്റ്റാർഡത്തിന്റെ പാതയിൽ കയറിയ ആളെ നോക്കിയാലും അതിന് മുൻപ് കയറിയ ആളെ നോക്കിയാലും അതിനും മുൻപുള്ള ആളെ നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്നത് ഇവിടുത്തെ ഒരു ട്രെൻഡ് പ്രകാരം സോഫ്റ്റ് ബോയ് പരിപാടികളിലൂടെ വരുന്നവർക്കാണ് ജനങ്ങൾ തുടക്കത്തിൽ ഒരു ഹീറോ എന്ന നിലക്ക് അവരുടെ മനസ്സിൽ ഇടം കൊടുക്കുന്നത് എന്നാണ്. സോ നമുക്ക് നോക്കാം ഇദ്ദേഹം അതെങ്ങനെ അച്ചീവ് ചെയ്യുമെന്ന്.